ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിറാസ് മീഡിയ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് CDM മെഷീൻ വഴി എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. മെയിൻ ആയിട്ടും ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, രണ്ടാമത്തേത് നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടാണ്. ഇത് മിക്ക ആളുകൾക്കും അറിയുന്നതായിരിക്കും. എങ്കിലും CDM മെഷീൻ യൂസ് ചെയ്യാൻ അറിയാത്ത നമ്മുടെ ചുരുക്കം ചില സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ CDM മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ കൈവശമുള്ള ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമ്മുടെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, ആക്സിസ് ബാങ്ക് CDM മെഷീൻ വഴി ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ CDM മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് SBI, കാനറ തുടങ്ങി മറ്റു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ബാങ്കിന്റെ CDM മെഷീനാണോ ഉപയോഗിക്കുന്നത് ആ CDM മെഷീൻ വഴി നമുക്ക് അതേ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ആക്സിസ് ബാങ്കിന്റെ CDM മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ CDM മെഷീനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ആക്സിസ് ബാങ്കിന്റെ CDM മെഷീൻ വഴി ആക്സിസ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് വിശദമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ആക്സിസ് ബാങ്കിന്റെ CDM മെഷീനാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ CDM മെഷീനിൽ ചെന്ന് ആദ്യം നമ്മുടെ ഡെബിറ്റ് കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പ്രോസസ്സിങ് ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ബാങ്കിങ് സർവീസസ് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും എത്തിണ്ടായിരിക്കും. ഇവിടുന്ന് ട്രാൻസാക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ നമുക്ക് ഫാസ്റ്റ് ക്യാഷ്, വിഡ്രോവൽ, ഡെപ്പോസിറ്റ്, പിൻ ചേഞ്ച്, ഫണ്ട് ട്രാൻസ്ഫർ, ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള വിൻഡോയിൽ വരുന്നത് നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റു കറണ്ട് അക്കൗണ്ട്, ഇൻറ്റു സേവിങ്സ് അക്കൗണ്ട് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റു സേവിങ്സ് അക്കൗണ്ട് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്നത് നമ്മുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ 4 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് ഏതൊക്കെ ഡിനോമിനേഷൻസ് ആണ് അവൈലബിൾ ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ട്രേ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ ക്യാഷ് നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ പിൻവലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രേ ക്ലോസ് ആകുന്നത് കാണാം. നമ്മളിങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൾഡിങ്ങുള്ള നോട്ടുകളാണെന്നുണ്ടെങ്കിൽ മെഷീൻ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഫോൾഡിങ്ങുള്ള നോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിവർത്തിയിട്ട് വേണം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ക്യാഷ് മെഷീൻ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. തുടർന്ന് നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് ഡിനോമിനേഷനാണ്, എത്ര കൗണ്ടാണ്, ടോട്ടൽ എമൗണ്ട് എത്ര എന്നുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ വലതുവശത്തായിട്ട് കൺഫേം ഡെപ്പോസിറ്റ്, ക്യാൻസൽ, ആഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുള്ളത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല നമുക്ക് വീണ്ടും ക്യാഷ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തുള്ള എമൗണ്ട് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൺഫേം ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺഫേം ഡെപ്പോസിറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ ഇതുപോലൊരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. ഡിനോമിനേഷൻ, ടോട്ടൽ, എമൗണ്ട് ഇത്ര എന്നുള്ള. അപ്പോൾ നമുക്ക് കൺഫേം ഒന്നുകൂടെ ചെയ്യാനുണ്ട്. യെസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിലാണെന്നുള്ളൊരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു, യുവർ ട്രാൻസാക്ഷൻ വാസ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ആഡ് ആകാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലിപ്പായിട്ട് ബാങ്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കണം. അക്കൗണ്ടിൽ ക്യാഷ് എൻട്രി ആകുന്നത് വരെ നമ്മൾ ആ സ്ലിപ്പ് ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് CDM മെഷീൻ വഴി എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.